എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ആനുവൽ എക്സാമിന് വേണ്ടിയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. ഫൈൻഡ് ഔട്ട് ദ റിലേഷൻ ഫ്രം ദ ഫസ്റ്റ് പെയർ ആൻഡ് കംപ്ലീറ്റ് ദ അതർ. ഒന്നാം പദജോടി ബന്ധം കണ്ടെത്തി രണ്ടാം പദജോടി പൂർത്തിയാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തേതാണ് കറണ്ട് ആംബിയർ ആണ്, കറണ്ടിൻ്റെ യൂണിറ്റ് ആണ് വരുന്നതല്ലേ. അങ്ങനെയെങ്കിൽ ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് ആണ് വരേണ്ടത്. ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് ഏതാണ്? കൂളോം ആണ് അല്ലേ. ഇലക്ട്രിക് ചാർജിൻ്റെ യൂണിറ്റ് ഏതാണ്? കൂളോം. Electric charge in the unit coulomb. The next question, on an electric motor it is labeled as 1 HP. Express the power of the motor in water. ഒരു വൈദ്യുത മോട്ടറിൽ 1 HP എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ഈ ഉപകരണത്തിൻ്റെ പവർ എത്ര വാട്ടാണ്? 1 HP. 1 HP എന്ന് പറഞ്ഞാൽ എത്രയാണ് ഉദ്ദേശിക്കുന്നത്? 746 വാട്ട് ആണ് അല്ലേ. 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞിരിക്കുക, അല്ലെങ്കിൽ എന്താണ് ഒരു കുതിരശക്തി എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 746 വാട്ടാണ്. Next question, a battery is a combination of cells. What are the ways in which cells can be arranged in a battery? ഒന്നിലധികം സെല്ലുകൾ ചേർന്ന സംവിധാനമാണ് ബാറ്ററി. ബാറ്ററികളിൽ ഏതൊക്കെ രീതിയിൽ സെല്ലുകൾ ക്രമീകരിക്കാമെന്ന് ചോദിച്ചിരിക്കുന്നത്. അപ്പം ബാറ്ററിയിൽ ഏതൊക്കെ രീതിയിൽ സെല്ലുകൾ ക്രമീകരിക്കാം? സീരീസ് ആയിട്ട് അല്ലേ, സീരീസ് ആയിട്ട് കണക്ട് ചെയ്യാം. അതുപോലെ തന്നെ പാരലായിട്ടും കണക്ട് ചെയ്യാം. സീരീസ് ആയിട്ടും പാരലായിട്ടും, അതായത് എങ്ങനെയാണ്? ശ്രേണി രീതിയിൽ അല്ലേ, ശ്രേണി രീതിയിലും അതുപോലെ തന്നെ എങ്ങനെയാണ്? സമാന്തരമായിട്ടും. ശ്രേണി രീതിയിലും സമാന്തരമായിട്ടും നമുക്ക് സെല്ലുകളെ ക്രമീകരിക്കാം. നെക്സ്റ്റ് വൺ, 6 cells of 1.5 each are to be connected to form a battery of 9 volt. Draw the diagram showing the arrangement. സഫല വോൾട്ടത 9 വോൾട്ട് ലഭിക്കത്തക്ക വിധം 1.5 വോൾട്ടുള്ള 6 സെല്ലുകളെ ക്രമീകരിക്കുന്ന വിധം ചിത്രീകരിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പം സഫല വോൾട്ട് എത്രയാണ്? 9 വോൾട്ട് ലഭിക്കണം. അപ്പം അങ്ങനെ 9 വോൾട്ട് ലഭിക്കണമെങ്കിൽ 1.5 വോൾട്ടുള്ള 6 സെല്ലുകളെ ക്രമീകരിക്കണം. അതെങ്ങനെ ക്രമീകരിക്കണം? അപ്പം എങ്ങനെയാണ്? ശ്രേണി രീതിയിലാണ് കണക്ട് ചെയ്യേണ്ടത്. ശ്രേണി രീതിയിൽ 1.5 വോൾട്ടിൻ്റെ എത്ര എണ്ണം വേണം? 6 എണ്ണം കണക്ട് ചെയ്യുക കേട്ടോ. ഇങ്ങനെ 6 എണ്ണം നമ്മൾ ശ്രേണി രീതിയിൽ കണക്ട് ചെയ്യും. 1.5 വോൾട്ടാണ് അല്ലേ. അങ്ങനെ 6 എണ്ണം കണക്ട് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ടോട്ടൽ 9 വോൾട്ടാണ് കിട്ടുന്നത്. അപ്പോൾ ഇത് 1.5 ആണ്, ഇത് 3 വരും. അടുത്ത 2 എണ്ണം വരുമ്പം അത് 3 വരും, അടുത്ത 2 എണ്ണം 3 വരും. അങ്ങനെ ഇതിനാണ് 9 വോൾട്ട് ലഭിക്കണം. സഫല വോൾട്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് 9 വോൾട്ട് കിട്ടണം. മനസ്സിലായല്ലോ. അപ്പോൾ 6 എണ്ണം കണക്ട് ചെയ്യണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോലെ. ഇവിടെ പോസിറ്റീവ് നെഗറ്റീവ്, ഇത് ഇവിടെ പോസിറ്റീവ്, ഇത് നെഗറ്റീവാണ്, ഇത് പോസിറ്റീവ് നെഗറ്റീവ് കേട്ടോ. പോസിറ്റീവ് നെഗറ്റീവ് ഇതൊക്കെ അടയാളപ്പെടുത്തിയിരിക്കണം കേട്ടോ. ഇങ്ങനെ കൃത്യമായിട്ട് വരയ്ക്കുക കേട്ടോ. ആൻസർ കൊടുത്തിട്ടുണ്ട്, ചെക്ക് ചെയ്ത് നോക്കുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, ഡ്രോ എ സർക്യൂട്ട് ഡയഗ്രാം ഇൻക്ലൂഡിങ് ഓൾ ദ ഫോളോവിങ് ഡിവൈസസ് ടു ലിറ്റ് എ ബൾബ്. ഇതാണ് ചുവടെ നൽകിയിരിക്കുന്ന ഉപകരണങ്ങൾ ഉൾപ്പെടുത്തി ബൾബ് പ്രകാശിപ്പിക്കുവാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു സർക്യൂട്ട് വരയ്ക്കുക. എന്തൊക്കെയുണ്ട്? അമീറ്റർ, വോൾട്ട് മീറ്റർ, സ്വിച്ച്, 12 വോൾട്ട് ബാറ്ററി, ബൾബ്, കണക്റ്റിംഗ് വയർ. അപ്പോൾ ഇത്രയും നമ്മൾ ഉൾപ്പെടുത്തിയിട്ട് എങ്ങനെ വേണം ബൾബ് പ്രകാശിപ്പിക്കാൻ സാധിക്കുന്ന വിധത്തിലുള്ള ഒരു സർക്യൂട്ട് വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. മനസ്സിലായല്ലോ. അപ്പോൾ എങ്ങനെ? ആദ്യമേ നമ്മൾ 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററി കേട്ടോ, 12 വോൾട്ടിൻ്റെ ബാറ്ററി കണക്ട് ചെയ്യുന്നു. ദെൻ പിന്നെന്താണ്? സ്വിച്ച്. ഇവിടെ ഒരു സ്വിച്ച് കണക്ട് ചെയ്യുന്നു. ദെൻ പിന്നെന്താണുള്ളത്? ഒരു അമീറ്റർ കണക്ട് ചെയ്യുന്നു. ദെൻ ബൾബ് കണക്ട് ചെയ്യുന്നു അല്ലേ. പിന്നെ എങ്ങനെയാണ്? ഇത് ബൾബ് ഇവിടെ കണക്ട് ചെയ്തു. ഇവിടെ എങ്ങനെയാണ്? വോൾട്ട് മീറ്റർ കേട്ടോ. അതാ ഇവിടെ ഇപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് ഇത് നെഗറ്റീവ്. മനസ്സിലായല്ലോ. അപ്പോൾ കൃത്യമായിട്ട് കണക്ട് ചെയ്യണം കേട്ടോ. ഇപ്പം ബൾബ് തെളിയണം എന്നുണ്ടെങ്കിൽ സ്വിച്ച് ഇവിടെ ക്ലോസ് ചെയ്യണം. ഇത് എത്രയാണ്? 12 വോൾട്ടിൻ്റെ ഒരു ബാറ്ററിയാണ് കേട്ടോ. കൃത്യമായിട്ട് വരയ്ക്കുക. മനസ്സിലായല്ലോ. വോൾട്ട് മീറ്റർ എപ്പോഴും പാരലായിട്ട് വേണം, ബൾബിന് പാരലായിട്ട് വേണം വോൾട്ട് മീറ്റർ കണക്ട് ചെയ്യാൻ. ഇനി കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഇൻ ദി സർക്യൂട്ട് ഇഫ് ദ കറണ്ട് ഈസ് 0.5 ആംബിയർ. ഈ സർക്യൂട്ടിലൂടെ 0.5 ആംബിയർ കറണ്ട് പ്രവഹിക്കുന്നുവെങ്കിൽ സർക്യൂട്ടിലെ പ്രതിരോധം കണ്ടുപിടിക്കുക, റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചത്. ബി പാർട്ട്. R ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? V/I വെച്ച് ചെയ്യാമല്ലോ. വോൾട്ടേജ് എത്രയാണ്? 12 വോൾട്ട് ആണ്. കറണ്ട് എത്രയാണ്? 0.5 അല്ലേ. കറണ്ട് 0.5 ആണ്. അപ്പോൾ എങ്ങനെ ചെയ്യാം? 0.5നെ നമുക്ക് മാറ്റാം. അതായത് 12 ഡിവൈഡ് ബൈ 0.5നെ നമ്മൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ മേളിൽ ഒരു 10 കൊടുക്കണം. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു 12 × 10 വരും. ദാറ്റ് ഈസ് 12 × 10 ഡിവൈഡ് ബൈ ഇവിടെ എത്ര വരും? 5 വരും അല്ല. ഈ 5ഉം 10 കൂടെ ക്യാൻസൽ ചെയ്യാം, 2 വരും. ദെൻ 12 × 2 24 ഓം എന്ന് വരും. അപ്പോൾ 0.5 ആംബിയർ കറണ്ട് പ്രവഹിക്കുന്നുവെങ്കിൽ അവിടുത്തെ പ്രതിരോധം എത്രയാണ്? 24 ഓം ആണ്. അടുത്ത ക്വസ്റ്റ്യൻ,
ചുവടെ കൊടുത്ത ചിത്രത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തി വരയ്ക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒബ്സർവ് ദ ഫോളോയിങ് ഡയഗ്രാം, റീഡ്രോ ദ ഡയഗ്രാം ബൈ കറക്റ്റിംഗ് ദ മിസ്റ്റേക്സ്. ഇഫ് ഇനി എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ നമ്മൾ റീഡ്രോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. നോക്കിക്കേ, സെല്ല് കൊടുത്തിട്ടുണ്ടല്ലേ, സ്വിച്ച് ഉണ്ട്, ഇതെന്താണ് ബൾബാണ്, ബൾബിന് എക്രോസ് ആയിട്ട് എന്താണ് ആമീറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ഇത് തെറ്റല്ലേ, ബൾബിന് എക്രോസ് ആയിട്ട് നമ്മൾ എന്താണ് കണക്ട് ചെയ്യുന്നത്, വോൾട്ട് മീറ്റർ ആണ് കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഇത് നമ്മൾ മാറ്റി വരയ്ക്കണം അല്ലേ. അപ്പോൾ അതാ നോക്കുക, കൃത്യമായിട്ട് നിങ്ങൾ സ്കെയിലൊക്കെ വെച്ച് കൃത്യമായിട്ട് തന്നെ വരയ്ക്കണം കേട്ടോ. ഇതാ ഇവിടെ വന്നു, ഇവിടെ സ്വിച്ച് വന്നു, ഇവിടെ ബൾബുണ്ട്. ഈ ബൾബിന് ക്രോസ് ആയിട്ട് നമുക്ക് എന്ത് വേണം, വോൾട്ട് മീറ്റർ ആണ് വേണ്ടല്ലേ, ബൾബിന് ക്രോസ് ആയിട്ട് വോൾട്ട് മീറ്റർ ആണ് വേണ്ടത്. ഇവിടെ എന്ത് വേണം, ഇവിടെ അമീറ്റർ, ഇവിടെ നമ്മൾ അമീറ്ററാണ് വേണ്ടത്. അപ്പോൾ അതാ ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ്, ഇവിടെ നെഗറ്റീവ്. പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ കൃത്യമായിട്ട് കേട്ടോ. ഇവിടെ എന്തേ കൊടുത്തിരിക്കുന്ന പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ തെറ്റാണ്, നെഗറ്റീവ് എന്ന് പോസിറ്റീവിലേക്ക് വന്നു, അപ്പോൾ അതൊക്കെ തെറ്റാണ് കേട്ടോ. അപ്പം മനസ്സിലായല്ലോ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിച്ച് വേണം വരയ്ക്കാൻ. പോസിറ്റീവും കേട്ടോ, പോസിറ്റീവ് സെല്ലിൻ്റെ നെഗറ്റീവ് എന്ന് എപ്പോഴും നെഗറ്റീവിലേക്കുള്ള കണക്ഷൻ വരാനുള്ളൂ. അതൊക്കെ കൃത്യമായിട്ട് നോക്കി മനസ്സിലാക്കി തന്നെ വരയ്ക്കണം കേട്ടോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്ന ഉപകരണത്തിൻ്റെ പേരെന്ത്? എന്താണ് ഈ ഉപകരണം ഉപയോഗിച്ച് അളക്കുന്ന ഭൗതിക അളവ് ഏതാണ്, അതിൻ്റെ യൂണിറ്റ് എഴുതുക, ഈ ഭൗതിക അളവ് നിർവചിക്കുക. നെയിം ദ ഡിവൈസ് ഷോൺ ഇൻ ദ ഫിഗർ, നെയിം ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി മെഷേർഡ് യൂസിങ് ദിസ് ഇൻസ്ട്രുമെന്റ്, റൈറ്റ് ഡൗൺ ഇറ്റ്സ് യൂണിറ്റ്, ഡിഫൈൻ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് യു ഹാവ് ഐഡന്റിഫൈ. ഏതാണ് ഈ ഡിവൈസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? അമീറ്റർ ആണ് അല്ലേ. ഏതാണ് ഡിവൈസ്? അമീറ്റർ ആണ് ഈ കൊടുത്തിരിക്കുന്ന ഡിവൈസ്. Then the physical quantity measured using this instrument. ഈ ഇൻസ്ട്രുമെന്റ് ഉപയോഗിച്ച് നമ്മൾ അളക്കുന്ന ഭൗതിക അളവ് ഏതാണ്? കറന്റ് ആണ് അല്ലേ, കറന്റ് ആണ് നമ്മൾ അളക്കുന്നത്. കറന്റിന്റെ യൂണിറ്റ് ഏതാണ്? കറന്റിന്റെ യൂണിറ്റ് SI യൂണിറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഏതാണ്? ആംബിയർ ആണ് അല്ലേ. കറന്റ് SI യൂണിറ്റ് ആംബിയർ ആണ്. ഇനി ഡിഫൈൻ ദ ഫിസിക്കൽ ക്വാണ്ടിറ്റി ദാറ്റ് യു ഐഡന്റിഫൈഡ്. നമ്മളിവിടെ ഐഡന്റിഫൈ ചെയ്ത ഫിസിക്കൽ ക്വാണ്ടിറ്റി ഇല്ലേ, ഭൗതിക അളവുണ്ടല്ലോ, അത് ഡിഫൈൻ ചെയ്യാൻ, അതായത് കറണ്ട് ആണല്ലോ ഇവിടുത്തെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആ കറണ്ട് നമ്മൾ ഡിഫൈൻ ചെയ്യുക. കറണ്ട് എന്ന് പറഞ്ഞാൽ എന്താണ്? ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടറിൻ്റെ സർക്യൂട്ട് ഇൻ യൂണിറ്റ് ടൈം. ഒരു സെക്കൻഡിൽ ഒരു കണ്ടക്ടറിലൂടെ കടന്നു പോകുന്ന അല്ലെങ്കിൽ പ്രവഹിക്കുന്ന ചാർജിൻ്റെ അളവിനെയാണ് നമ്മൾ എന്തെന്ന് പറഞ്ഞിരിക്കുന്നത്? കറണ്ട് എന്ന് പറയുന്നത് അല്ലേ. എഴുതിക്കോളൂല്ലോ, അറിയാലോ. കറണ്ട് ഈസ് എ ക്വാണ്ടിറ്റി ഓഫ് ചാർജ് ദാറ്റ് ഫ്ലോസ് ത്രൂ എ കണ്ടക്ടറിൻ്റെ സർക്യൂട്ട് ഇൻ 1 സെക്കൻഡ്. ഒരു സെക്കൻഡിൽ ഒരു ചാലകത്തിൽ കൂടി ഒഴുകുന്ന ചാർജിൻ്റെ അളവാണ് കറണ്ട് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ 2 ടൈപ്സ് ഓഫ് മെക്കാനിക്കൽ എനർജി? യാന്ത്രികോർജ്ജ രൂപങ്ങൾ 2 തരമാണ്, അവ ഏതെല്ലാം? ഏതൊക്കെയാണ് 2 തരത്തിലുള്ള മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞിരിക്കുന്നത്? പൊട്ടൻഷ്യൽ എനർജി ഉണ്ടല്ലേ, പൊട്ടൻഷ്യൽ എനർജിയും പിന്നെ അതാണ് കൈനറ്റിക് എനർജി. പൊട്ടൻഷ്യൽ എനർജിയും കൈനറ്റിക് എനർജിയും യാന്ത്രികോർജ്ജം അല്ലേ. യാന്ത്രികോർജ്ജം എന്ന് പറഞ്ഞിരിക്കുന്നത് സ്ഥിതികോർജ്ജവും ഉണ്ട്, ഗതികോർജ്ജവും. അപ്പോൾ ഏതൊക്കെയാണ്? സ്ഥിതികോർജ്ജവും ഗതികോർജ്ജവും. സ്ഥിതികോർജ്ജം കേട്ടോ, സ്ഥിതികോർജ്ജം, ഗതികോർജ്ജം. അടുത്ത്, ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് മെക്കാനിക്കൽ എനർജി പോസസ്ഡ് ഇൻ ദ ഫോളോയിങ് സിറ്റുവേഷൻസ്. ചുവടെ കൊടുത്ത സാഹചര്യങ്ങളിൽ വസ്തുക്കളിൽ അടങ്ങിയിരിക്കുന്ന യാന്ത്രികോർജ്ജം ഏത് തരമാണെന്ന് കണ്ടെത്തി എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. മൂവിങ് കാറിൽ ഏതാണ് മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? അവിടുത്തെ ഏതാണ്? കൈനറ്റിക് എനർജിയാണ് അല്ലേ, ഗതികോർജ്ജമാണ്. മൂവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എന്താണുള്ളത്? ഗതികോർജ്ജമാണ് ഉള്ളത്. എ സ്റ്റോൺ ഹങ് അറ്റ് എ സർട്ടൺ ഹൈറ്റ്. നിശ്ചിത ഉയരത്തിൽ തൂക്കിയിട്ടിരിക്കുന്ന ഒരു കല്ലിൽ ഏതാണ്? പൊട്ടൻഷ്യൽ എനർജിയാണുള്ളത് അല്ലേ, അതായത് സ്ഥിതികോർജ്ജമാണ്. ഒരു പർട്ടിക്കുലർ ഹൈറ്റിലാകുമ്പോൾ അവിടെ എന്താണ്? സ്ഥിതികോർജ്ജം ആണുള്ളത്, സ്ഥിതികോർജ്ജം. അടുത്ത ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഗിവൺ സർക്യൂട്ട്. ഒരു സർക്യൂട്ട് ഡയഗ്രം തന്നിട്ടുണ്ട്, അത് ഒബ്സർവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഒരു 4 ഓം ഉണ്ട്, 2 ഓം ഉണ്ട്, ഒരു പിന്നെ എന്താണ് 6 വോൾട്ടിന്റെ ബാറ്ററി ഉണ്ട്. ഐഡന്റിഫൈ ദ ടൈപ്പ് ഓഫ് അറേഞ്ച്മെന്റ് ഓഫ് റെസിസ്റ്റേഴ്സ് ഇൻ ദ ഗിവൺ സർക്യൂട്ട്. സർക്യൂട്ടിൽ പ്രതിരോധങ്ങളെ ബന്ധിപ്പിച്ചിരിക്കുന്ന ഏത് രീതിയിലാണ്? പ്രതിരോധങ്ങളുണ്ടല്ലോ, 4 ഓം ഉണ്ട്, 2 ഓം ഉണ്ട്. അത് ഏത് രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്? സീരീസ് ആയിട്ടാണല്ലേ, ശ്രേണി രീതിയിൽ അല്ലേ. സീരീസ് അല്ലെങ്കിൽ എങ്ങനെയാണ്? ശ്രേണി രീതിയിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഇനി കാൽക്കുലേറ്റ് ദി എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്. സഫല പ്രതിരോധം കണ്ടുപിടിക്കുക. സഫല പ്രതിരോധം എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? R1നെ ഞാൻ 4 ഓം എന്ന് എടുത്തു, R2നെ ഞാൻ 2 ഓം എന്ന് എടുത്തു. അപ്പോൾ സഫല പ്രതിരോധം ശ്രേണി രീതിയിലല്ലേ. അപ്പം RS എന്ന് കൊടുക്കാം. RS ഈസ് ഈക്വൽ ടു R1 പ്ലസ് R2. ഇക്വേഷനൊക്കെ എഴുതണം കേട്ടോ. R1 എത്രയാണ്? 4 ആണ്, R2 2 ആണ്, therefore 6 ഓം. അപ്പോൾ സഫല പ്രതിരോധം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? 6 ഓം എന്ന് കിട്ടി. ഇനി എന്താണ് ചോദിച്ചിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അക്രോസ് 4 ഓം റെസിസ്റ്റേഴ്സ്. 4 ഓം റെസിസ്റ്റർ ഉണ്ടല്ലോ, 4 ഓം പ്രതിരോധത്തിന് കുറുകെ ലഭിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം. ഈ 4 ഓമിന് അക്രോസ് ആയിട്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസം നമ്മളിവിടെ കണ്ടുപിടിക്കണം അല്ലേ. അപ്പോൾ പൊട്ടൻഷ്യൽ വ്യത്യാസം കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R ആണെന്ന് നമുക്കറിയാം. 4 ഓമാണ് R എന്ന് പറഞ്ഞിരിക്കുന്നത്.
ഇനി ഇതിലൂടെ പോകുന്ന കറണ്ട് നമ്മൾ കണ്ടുപിടിക്കണമല്ലോ. കറണ്ട് I ഈസ് ഈക്വൽ ടു എങ്ങനെയാണ് V/R ആണ്. ശ്രേണി രീതിയിലാകുമ്പോൾ ഒരേ കറണ്ട് ആയിരിക്കുമല്ലോ. വോൾട്ടേജ് എത്രയാണ് 6 ആണ്. റെസിസ്റ്റൻസ് ഇവിടുത്തെ ടോട്ടൽ റെസിസ്റ്റൻസ് കിട്ടിയല്ലോ ശ്രേണി രീതിയിലല്ലേ. അപ്പോൾ എത്രയാണ് 6 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ആംപിയർ. അപ്പോൾ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് എന്ന് വെച്ചാൽ എത്രയാണ് 1 ആംപിയർ കറണ്ട് ആണ് ഫ്ലോ ചെയ്യുന്നത്. നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഈ 4 ഓമിന് അക്രോസ് ആയിട്ടുണ്ടാകുന്ന പൊട്ടൻഷ്യൽ അല്ല. അപ്പോൾ V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R ഇക്വേഷൻ ആണ്. ഫോർ I നമുക്ക് കിട്ടി 1 എന്ന് കിട്ടി. റെസിസ്റ്റൻസ് 4 ഓം അല്ലേ, 4 ഓമിന് അക്രോസ് ആയിട്ടുണ്ടാകുന്നതല്ലേ, അപ്പം 4 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 4 വോൾട്ട്. അപ്പോൾ പൊട്ടൻഷ്യൽ V ഈസ് ഈക്വൽ ടു എത്രയാണ് 4 വോൾട്ട് എന്ന് കിട്ടി. മനസ്സിലായല്ലോ. ഞാൻ അടുത്ത ക്വസ്റ്റ്യൻ. A pump takes 2 minutes to fill a tank of capacity 1000 liter of water. The tank is at a height of 30 meter. ജിയുടെ വാല്യൂ തന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞിരിക്കുന്നത് തറയിൽ നിന്ന് 30 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന 1000 ലിറ്റർ ശേഷിയുള്ള ഒരു ടാങ്ക് നിറയ്ക്കാൻ ഒരു വാട്ടർ പമ്പിന് 2 മിനിറ്റ് വേണ്ടി വന്നു എങ്കിൽ കാൽക്കുലേറ്റ് ദ വെയിറ്റ് ഓഫ് 1000 ലിറ്റർ. കേട്ടോ, 1000 ലിറ്റർ ജലത്തിൻ്റെ ഭാരം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. 1 ലിറ്റർ ജലത്തിൻ്റെ മാസ് പറഞ്ഞാൽ 1 കിലോഗ്രാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. 1000 ലിറ്റർ ജലത്തിൻ്റെ ഭാരം കണ്ടുപിടിക്കാനാണ് വേണ്ടിയിട്ടുണ്ട്. അപ്പോൾ 1 ലിറ്റർ ജലമുണ്ട്. 1 ലിറ്റർ ജലത്തിൻ്റെ മാസ് പറഞ്ഞിരിക്കുന്നത് 1 കിലോഗ്രാമാണ്. അങ്ങനെയെങ്കിൽ 1000 ലിറ്റർ ജലത്തിൻ്റെ ഭാരം കണ്ടുപിടിക്കുക. അപ്പോൾ എങ്ങനെയാണ് വെയിറ്റ് ഓഫ്, എങ്ങനെ എഴുതാം? വെയിറ്റ് ഓഫ് 1000 ലിറ്റർ അല്ലേ, വെയിറ്റ് ഓഫ് 1000 ലിറ്റർ. എങ്ങനെയാണ് ഇക്വേഷൻ? ഏതാണ് വെയിറ്റിൻ്റെ ഇക്വേഷൻ? W ഈസ് ഈക്വൽ ടു M ഇൻറ്റു G എന്നല്ലേ. മനസ്സിലായല്ലോ. അപ്പം 1 ലിറ്റർ ജലത്തിൻ്റെ മാസ് 1 കിലോഗ്രാമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ 1000 ലിറ്ററിൻ്റെ എത്ര വരും മാസ് എന്ന് പറഞ്ഞിരിക്കുന്നത്? 1000 കിലോഗ്രാം വരികയല്ലേ. 1000 കിലോഗ്രാം വരും. ജിയുടെ വാല്യൂ 10 എന്നും ഇവിടെ തന്നിട്ടുണ്ട്. അപ്പോൾ എത്ര വരും ആൻസർ? 10,000 എന്ന് വരും അല്ലേ. 10,000 അല്ലേ, 10,000 ന്യൂട്ടൺ എന്ന് വരും വെയിറ്റ്. വെയിറ്റ് ഓഫ് 1000 ലിറ്റർ എന്ന് പറഞ്ഞാൽ 1000 ലിറ്റർ. ഇനി അതിൻ്റെ ബി പാർട്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാൽക്കുലേറ്റ് ദ വർക്ക് ഡൺ ഡ്യൂറിങ് ദിസ് പ്രോസസ്. ഈ പ്രക്രിയയിൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തി, വർക്ക് ഡൺ കണ്ടുപിടിക്കണം അല്ലേ. വർക്ക് ഡൺ, ഇവിടെ ഈ പ്രക്രിയയിൽ ചെയ്യുന്ന പ്രവൃത്തി നമ്മൾ കണ്ടുപിടിക്കണം. വർക്ക് ഡൺ W ഈസ് ഈക്വൽ ടു MGH ആണ് നമ്മുടെ ഇക്വേഷൻ. മാസ് നമുക്കറിയാം ഇല്ലേ, മാസ് നമ്മൾ കണ്ടു. 1000 ലിറ്ററിൻ്റെ ആകുമ്പം 1000 അല്ലേ, 1000 കിലോഗ്രാം വരും. ദെൻ ജിയുടെ വാല്യൂ 10 ആണ്. ഹൈറ്റ് ഇവിടെ എത്രയാണ് തന്നിട്ടുണ്ട്? ഹൈറ്റ് 30 മീറ്റർ എന്ന് തന്നിട്ടുണ്ട് അല്ലേ, 30 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്ര വരും? 3 ലാക്ക് എന്ന് വരും അല്ലേ. മനസ്സിലായല്ലോ. അപ്പം ഇത്രയും 3 ലാക്ക് ജൂൾ. മനസ്സിലായല്ലോ. അപ്പം 3 ലാക്ക് ജൂളാണ് ഇവിടെ ആൻസർ കിട്ടിയിരിക്കുന്നത്. അത്രയും വർക്ക് അവിടെ നടന്നു. ഇനി സി പാർട്ട് എന്താണ്? പമ്പിൻ്റെ പവർ കണ്ടുപിടിക്കാൻ. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദിസ് പമ്പ്. പവർ കാണാൻ ഇക്വേഷൻ എന്താണ്? പവർ P ഈസ് ഈക്വൽ ടു വർക്ക് ബൈ ടൈം ആണ് അല്ലേ. വർക്ക് ബൈ ടൈം ആണ് ഇക്വേഷൻ. വർക്ക് നമുക്കിവിടെ കിട്ടി ഇല്ലേ, 3 ലാക്ക് എന്ന് കിട്ടി വർക്ക് എന്ന് പറഞ്ഞിരിക്കുന്നത്. ദെൻ ഡിവൈഡ് ബൈ സമയം എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ് തന്നിട്ടുണ്ട്? 2 മിനിറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. 2 മിനിറ്റ് ആണ്. അപ്പോൾ അതിനെ സെക്കൻഡിലേക്ക് കൺവേർട്ട് ചെയ്യണം. 2 ഇൻറ്റു 60 ചെയ്യുക. ക്ലിയർ ആയല്ലോ. അതാ ഇവിടുത്തെ 0 പോവും. പിന്നെ 12 30,000 ഡിവൈഡ് ബൈ 12 വരും. 30,000 ഡിവൈഡ് ബൈ 12 വരുമ്പോൾ ചെയ്യുമ്പോൾ നമുക്ക് 2500 എന്നും കിട്ടും കേട്ടോ. നോർമൽ രീതി 30,000 ഡിവൈഡ് ബൈ 12 ചെയ്യുക. അപ്പം 2500 വാട്ട്. പവറിൻ്റെ യൂണിറ്റ് ഏതാണ്? വാട്ടാണ്. ഓക്കെ ആണല്ലോ. അടുത്ത ക്വസ്റ്റ്യൻ. കംപ്ലീറ്റ് ദ ഫോളോയിങ് ടേബിൾ സ്യൂട്ടബിളി ആൻഡ് ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബിലോ. അവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട്, അത് കംപ്ലീറ്റ് ചെയ്ത് താഴെ കൊടുത്തിരിക്കുന്ന ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. വോൾട്ടേജ്, കറണ്ട്, റെസിസ്റ്റൻസ് അല്ലേ. അപ്പം കണ്ടുപിടിക്കണം. ആദ്യമേ വോൾട്ടേജ് തന്നിട്ടുണ്ട് 24 ആണ്. അവിടുത്തെ കറണ്ട് 1 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. റെസിസ്റ്റൻസ് 24 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ വോൾട്ടേജ് 12 തന്നിട്ടുണ്ട്. റെസിസ്റ്റൻസ് 24 തന്നിട്ടുണ്ട്. കറണ്ട് കണ്ടുപിടിക്കണം. നമ്മൾ ഓംസ് ലോയുടെ ഇക്വേഷൻ V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R ആണെന്ന് പറഞ്ഞു അല്ലേ. അത് ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ, ഇക്വേഷൻ കണ്ടുപിടിക്കാൻ ഈ ഒരു ട്രയാങ്കിൾ വരച്ചിട്ട് നിങ്ങളെ പഠിപ്പിച്ചായിരുന്നു ക്ലാസ് എടുത്തപ്പം കേട്ടോ. ഇവിടെ V ആണ്, ഇവിടെ I ആണ്, ഇവിടെ R ആണ്. അങ്ങനെ എഴുതുകയാണെന്നുണ്ടെങ്കിൽ B കണ്ടുപിടിക്കാൻ ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യാം. ഇനി I കണ്ടുപിടിക്കാൻ V/R ഇങ്ങനെ ചെയ്യുക. R കണ്ടുപിടിക്കാൻ V/A ചെയ്യുക. അപ്പോൾ ഇവിടെ ഏതാണ് കണ്ടുപിടിക്കണം? I ആണ് കണ്ടുപിടിക്കണമല്ലോ. അപ്പോൾ I കണ്ടുപിടിക്കണമെങ്കിൽ I ഈസ് ഈക്വൽ ടു എങ്ങനെയാണ്? I കണ്ടുപിടിക്കണം V/R ആണ് അല്ലേ. V/R ആണ് നമ്മുടെ ഇക്വേഷൻ. B തന്നിട്ടുണ്ട്. എത്രയാണ്? 12 ആണ് V എന്ന് പറഞ്ഞിരിക്കുന്നത്. R എത്രയാണ്? 24 ആണ്. 12/24 എന്ന് പറയുമ്പോൾ ആൻസർ എത്ര വരും? 0.5 എന്ന് വരും അല്ലേ. 0.5 ആംപിയർ കിട്ടിയല്ലോ. അപ്പോൾ ഇവിടുത്തെ ആൻസർ എത്രയാണ്? 0.5 ആംപിയർ. മനസ്സിലായല്ലോ. ഇനി അടുത്തതാണ് വോൾട്ടേജ് കണ്ടുപിടിക്കണം. കറൻറ്റും റെസിസ്റ്റൻസും തന്നിട്ടുണ്ട്. V കണ്ടുപിടിക്കണം. അപ്പോൾ V ഈസ് ഈക്വൽ ടു I ഇൻറ്റു R എന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യാമല്ലോ അല്ലേ. അപ്പോൾ ദാറ്റ് ഈസ് ഈക്വൽ ടു I ഇവിടെ തന്നിട്ടുണ്ട്. എത്രയാണ്? 0.25 തന്നിട്ടുണ്ട്. 0.25 ആണ്. R എന്ന് പറഞ്ഞിരിക്കുന്നത് 24 ആണ്.
മനസ്സിലായല്ലോ? അപ്പം മൾട്ടിപ്ലൈ ചെയ്യുക. ദാറ്റ് ഈസ് ഈക്വൽ ടു 6 വോൾട്ട്. ആൻസർ എത്ര വരും? 6 വോൾട്ട് എന്ന് ഇവിടെ വരും കേട്ടോ. 6 വോൾട്ട്. ക്ലിയർ ആയല്ലോ? ഇനി ക്വസ്റ്റ്യൻസ് നോക്കാം. സ്റ്റേറ്റ് ദ ലോ അപ്ലൈഡ് ടു കംപ്ലീറ്റ് ദ എബോവ് ടേബിൾ. ഈ പട്ടിക പൂർത്തിയാക്കാൻ ഉപയോഗിച്ച നിയമം ഏതാണ്? ഓംസ് ലോ അല്ലേ? ഓംസ് ലോ ആണ് ഇവിടുത്തെ നിയമം. ഓംസ് ലോ സ്റ്റേറ്റ് ചെയ്യുക കേട്ടോ. ഈ നിയമം പാലിക്കപ്പെടാത്ത ഒരു സന്ദർഭം എഴുതാൻ. ഓംസ് ലോ പാലിക്കപ്പെടുന്നില്ലാത്ത സിറ്റുവേഷൻ എഴുതാനാണ് ചോദിച്ചിരിക്കുന്നത്. എപ്പോഴാണ്? ഓംസ് ലോ നമുക്കറിയാം ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ടെമ്പറേച്ചർ സ്ഥിരമല്ല എന്നുണ്ടെങ്കിൽ ഇത് ഒബേ ചെയ്യുമോ? ഓംസ് ലോ പാലിക്കപ്പെടുമോ? ഇല്ല. അത് നമുക്ക് എഴുതാം കേട്ടോ. അവിടെ ആൻസർ കൊടുത്തിട്ടുണ്ട്, നോക്കുക കേട്ടോ. എന്താണ് ഓംസ് ലോ ആണ് സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ പഠിക്കുക. അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ കറന്റ് ഫ്ലോവിംഗ് ത്രൂ എ കണ്ടക്ടർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ പൊട്ടൻഷ്യൽ ഡിഫറൻസ് അപ്ലൈഡ് അക്രോസ് ദ കണ്ടക്ടർ. അല്ലെ, സ്ഥിരമായ ഊഷ്മാവിൽ ഒരു ചാലകത്തിലൂടെ ഒഴുകുന്ന വൈദ്യുതധാര ചാലകത്തിൽ പ്രയോഗിക്കുന്ന പൊട്ടൻഷ്യൽ വ്യത്യാസത്തിന് നേർ അനുപാതികമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഓംസ് ലോ ഒബേ ചെയ്യാത്ത സിറ്റുവേഷൻസ് ഏതെങ്കിലും എഴുതുക കേട്ടോ. താപനില മാറുമ്പോൾ ഓംസ് ലോ ഒബേ ചെയ്യുമോ? ഇല്ല. അല്ലെങ്കിൽ എന്താണ്, വെൻ ദ കണ്ടക്ടർ ഈസ് മെയ്ഡ് ഓഫ് നോൺ ഓമിക് മെറ്റീരിയൽ, കണ്ടക്ടർ ഒരു നോൺ ഓമിക് മെറ്റീരിയൽ ആണെങ്കിൽ ഒബേ ചെയ്യുന്നില്ല. അതുപോലെ ഫിസിക്കൽ കണ്ടീഷൻസ് ഓഫ് ദ കണ്ടക്ടർ ചേഞ്ച്, കണ്ടക്ടർ ഉണ്ടല്ലോ ആ ചാലകത്തിൻ്റെ ഭൗതിക സാഹചര്യങ്ങളൊക്കെ മാറുവാണെങ്കിൽ ഓംസ് ലോ അവിടെ ഒബേ ചെയ്യുന്നില്ല. ഏതെങ്കിലും ഒരു കാര്യം എഴുതുക കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. ഒബ്സർവ് ദ ഡയഗ്രാം. 2 16 ohm resistors are connected in series and a potential difference of 24 volt is applied. ചിത്രം കൊടുത്തിരിക്കുന്നുണ്ടോ? 2 റെസിസ്റ്റർ എത്രയാണ്? 16 ohm വീതമുള്ള 2 റെസിസ്റ്റേഴ്സ് ആണ്. അത് ശ്രേണി രീതിയിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പൊട്ടൻഷ്യൽ വ്യത്യാസം എത്രയാണ്? 24 വോൾട്ട് ആണെന്നും പറഞ്ഞിട്ടുണ്ട്. പിന്നെ എന്താണ്? കാൽക്കുലേറ്റ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ഇൻ ദ സർക്യൂട്ട്. സർക്യൂട്ടിലെ സഫല പ്രതിരോധം കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. സർക്യൂട്ടിലെ എഫക്റ്റീവ് റെസിസ്റ്റൻസ് അല്ലെങ്കിൽ സഫല പ്രതിരോധം. രണ്ടെണ്ണം സീരീസ് ആയിട്ടല്ലേ കണക്ട് ചെയ്തിരിക്കുന്നത്. സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ്? RS ഇല്ലേ? RS ഈസ് ഈക്വൽ ടു R1 + R2 ആണ്. പക്ഷേ ഇവിടെ നമുക്കറിയാം R1 ഈസ് ഈക്വൽ ടു R2 ആണല്ലോ ഇല്ലേ? അപ്പോൾ നമുക്ക് ഏത് ഇക്വേഷൻ ഉപയോഗിക്കാം? RS ഈസ് ഈക്വൽ ടു N × R എന്ന് പറഞ്ഞിരിക്കുന്ന ഇക്വേഷൻ അപ്ലൈ ചെയ്യാമല്ലോ. എത്ര എണ്ണം ഉണ്ട്? N 2 ആണ്. വാല്യൂ എത്രയാണ്? 16 ആണ്. അപ്പോൾ 16 × 32 ഇല്ല. അപ്പം RS എന്ന് പറഞ്ഞിരിക്കുന്നത് എത്രയാണ്? RS ഈസ് ഈക്വൽ ടു 32 ohm ആണ് വരുന്നത്. മനസ്സിലായല്ലോ? 32 ohm. ക്ലിയർ ആയല്ലോ? ഇനി അടുത്തത്, ഇത് റെസിസ്റ്റേഴ്സ് വെയർ കണക്റ്റഡ് ഇൻ പാരലൽ വിത്തൗട്ട് ചേഞ്ചിങ് ദ വോൾട്ടേജ് സോഴ്സ്, വാട്ട് വിൽ ബി ദ കറണ്ട് ഇൻ ദ സർക്യൂട്ട്. ഈ പ്രതിരോധങ്ങൾ സമാന്തര രീതിയിൽ ക്രമീകരിച്ച് ഇതേ വോൾട്ടേജിൽ ബന്ധിപ്പിച്ചാൽ സർക്യൂട്ടിലെ വൈദ്യുത പ്രവാഹ തീവ്രത എത്രയായിരിക്കും? ഇപ്പം സീരീസ് ആയിട്ടില്ല, ശ്രേണി രീതിയിൽ കണക്ട് ചെയ്തു. അപ്പോൾ ഇത് സമാന്തരമായിട്ട് കണക്ട് ചെയ്യുക. സമാന്തരമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ കറണ്ട് വാല്യൂ എങ്ങനെയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം സമാന്തരമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്താണ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ. സമാന്തരം RP = സെയിം വാല്യൂ ആകുമ്പോൾ ഇക്വേഷൻ ഏതാണ്? R/N ആണല്ലോ ഇക്വേഷൻ. R എന്ന് പറഞ്ഞിരിക്കുന്നത് 16 ആണ്, N 2 ആണ്. അപ്പം 8 ohm എന്നും വരും. പാരലായിട്ട് കണക്ട് ചെയ്യുമ്പോൾ, സമാന്തരമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ അവിടുത്തെ സഫല പ്രതിരോധം 8 ohm ആണ്. മനസ്സിലായല്ലോ? അപ്പം അങ്ങനെയാവുകയാണെങ്കിൽ അവിടുത്തെ കറണ്ടിൻ്റെ വാല്യൂ കണ്ടുപിടിക്കാമല്ലോ. കറണ്ട് ഈസ് ഈക്വൽ ടു V/R തന്നെ. വോൾട്ടേജ് എത്രയാണ്? 24 ആണ്. വോൾട്ടേജ് സെയിം ആണ്. അപ്പോൾ രണ്ടിൻ്റെയും റെസിസ്റ്റൻസിൻ്റെ വാല്യൂ എത്രയാണ്? സെയിം തന്നെയാണല്ലോ വരുന്നിരിക്കുന്നത് അല്ലേ? സെയിം വാല്യൂ തന്നെയായിരിക്കുമല്ലോ. അപ്പം എത്ര വരും? അത് /8 എടുക്കാം. ദാറ്റ് ഈസ് ഈക്വൽ ടു എത്രയാണ്? 3 ആംപിയർ. കറണ്ട് രണ്ട് പ്രതിരോധത്തിലും കൂടെ എങ്ങനെയാണ് പോകുന്നത്? 3 ആംപിയർ കറണ്ട് ആയിരിക്കും ഫ്ലോ ചെയ്യുന്നത് സമാന്തരമായിട്ട് അവിടെ കണക്ട് ചെയ്യുമ്പോൾ. ക്ലിയർ ആയല്ലോ? അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസുകളാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ ഞാൻ വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ്. ഈ സർക്യൂട്ട് ഡയഗ്രമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളൊക്കെ നിങ്ങൾക്ക് ഡൗട്ടുള്ളതാണെന്ന് അറിയാം. അപ്പോൾ അതൊക്കെ ചെയ്ത് തന്നെ നോക്കുക കേട്ടോ. ഈ എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ എഴുതി തന്നെ പഠിക്കുക കേട്ടോ. മാക്സിമം എഴുതി തന്നെ പഠിക്കുക, കാര്യങ്ങൾ മനസ്സിലാക്കി പഠിക്കുക കേട്ടോ. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക്